എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് സർ ആർതർ കോനൻ ഡോയിൽ എഴുതിയ ഷെർലക് ഹോംസ് കഥകളിലെ മസ്ഗ്രേവ് എന്ന ചടങ്ങ്, ദി മസ്ഗ്രേവ് റിച്വൽ എന്ന കഥ കേൾക്കാം. ഒരു ദിവസം എൻ്റെ സുഹൃത്ത് ഷെർലക് ഹോംസിനെ കാണാനായി ഞാൻ ചെന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ കേസ് ഫയലുകൾക്കിടയിൽ നിന്ന് ഒരു ചെറിയ മരപ്പെട്ടി പുറത്തെടുത്തു. കുട്ടികൾ കളിപ്പാട്ടം സൂക്ഷിക്കുന്ന പെട്ടി പോലെ ഒരെണ്ണം. പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ ചുരുട്ടിയിട്ടിരുന്ന ഒരു കടലാസും പഴയ ഒരു പിച്ചളത്താക്കോലും ഒരുണ്ട നൂലുമായി ബന്ധിച്ചിരുന്ന മരത്തിലുള്ള ഒരു ആണിയും തുരുമ്പ് പിടിച്ച 2-3 ലോഹത്തകിടുകളും ഉണ്ടായിരുന്നു. എൻ്റെ മുഖഭാവം കണ്ട് ചിരിച്ചുകൊണ്ട് ഹോംസ് ചോദിച്ചു, "ഇതൊക്കെ എന്താണെന്ന് പറയാമോ ചങ്ങാതി?" "വിചിത്രമായ ചില സാധനങ്ങൾ," ഞാൻ പറഞ്ഞു. ഷെർലക് ഹോംസ് അവ ഓരോന്നായി മേശപ്പുറത്ത് നിരത്തിവെച്ചു. എന്നിട്ട് തൻ്റെ കസേരയിൽ പോയിരുന്ന് അവയെ അവലോകനം ചെയ്തു. ആ കണ്ണുകളിൽ സംതൃപ്തി നിഴലിച്ചിരുന്നു. "മസ്ഗ്രേവ് ചടങ്ങുകളുടെ സ്മാരകമാണിത്. ആ കേസിനെക്കുറിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്," ഞാൻ പറഞ്ഞു. കോളേജിൽ എൻ്റെ സതീർത്ഥ്യനായിരുന്നു റെജിനാൾഡ് മസ്ഗ്രേവ്. ഞാൻ അയാളുമായി വളരെ അടുത്ത് പരിചയപ്പെട്ടിരുന്നില്ല. കാഴ്ചയിൽ ഉന്നത കുലജാതനെന്ന് തോന്നിച്ചിരുന്നു. മെലിഞ്ഞ ഉടൽ, വലിയ കണ്ണുകൾ, നീണ്ട നാസിക, ക്ഷീണിച്ച ഭാവം, മര്യാദയോടെയുള്ള പെരുമാറ്റം, ഇതൊക്കെയായിരുന്നു മസ്ഗ്രേവിൻ്റെ പ്രത്യേകതകൾ. രാജ്യത്തിലെ ഏറ്റവും പുരാതനമായ ഒരു കുടുംബത്തിലെ സന്തതിയായിരുന്നു അയാൾ. അവരുടെ പിതാമഹൻ 16-ാം നൂറ്റാണ്ടിൽ മൂലകുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് പടിഞ്ഞാറേ സസക്സിൽ താമസമുറപ്പിച്ചതാണ്. വളരെ പഴക്കമുള്ളതായിരുന്നു അവിടുത്തെ തറവാട്ടുമാളികയായ ഹൾസ്റ്റൺ. 1-2 പ്രാവശ്യം അയാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ നിരീക്ഷണ രീതികളെയും അനുമാനങ്ങളെയും കുറിച്ചറിയാൻ അയാൾ അതിയായ ഔത്സുക്യം പ്രദർശിപ്പിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നു. അതിനുശേഷം 4 വർഷം കഴിഞ്ഞാണ് ഞാൻ അയാളെ കാണുന്നത്. ഒരു നാൾ മുറിയിലേക്ക് അയാൾ കടന്നു വന്നു. ആളിനൊരു മാറ്റവുമില്ല. പുതിയ ഫാഷനിലുള്ള വസ്ത്രധാരണം, പഴയ ശാന്തവും സൗമ്യവുമായ മുഖഭാവമായിരുന്നു അപ്പോഴും. ഞങ്ങൾ സ്നേഹപൂർവ്വം കുശലപ്രശ്നങ്ങൾ കൈമാറി. "അച്ഛൻ മരിച്ച വിവരം കേട്ടറിഞ്ഞിരിക്കുമല്ലോ," അയാൾ പറഞ്ഞു. 2 വർഷമായി. ഇപ്പോൾ ഹസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ചുമതല എന്നിലാണ്. ഞാൻ ഞങ്ങളുടെ ജില്ലയിലെ നിയമസഭാംഗവുമാണ്. എപ്പോഴും ജോലി തിരക്കു തന്നെ. ഹോംസ്, നിങ്ങൾ പണ്ട് പ്രകടിപ്പിച്ചിരുന്ന അത്ഭുതകരമായ കഴിവുകൾ ഇപ്പോൾ പ്രയോഗത്തിൽ വരുത്തി തുടങ്ങിയെന്ന് കേട്ടല്ലോ. നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമാണ്. ഹൾസ്റ്റണിൽ ചില വിചിത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു. തികച്ചും അസാധാരണവും വിശദീകരിക്കാനാവാത്തതുമായ സംഭവങ്ങൾ. തുമ്പുണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തുമാത്രം ആകാംക്ഷയോടെയാണ് ഞാനത് ശ്രദ്ധിച്ചു കേട്ടതെന്ന് വാട്സൺ നിങ്ങൾക്ക് ഊഹിക്കാം. മാസങ്ങളായി തൊഴിലില്ലാതെ ഇരുന്ന ഞാൻ ഇത്തരമൊരവസരത്തിന് വേണ്ടി ദാഹിക്കുകയായിരുന്നു. മറ്റുള്ളവർ പരാജയപ്പെട്ടെടുത്ത് ഞാൻ വിജയിക്കും എന്നെൻ്റെ മനസ്സ് മന്ത്രിച്ചു. "ദയവ് ചെയ്ത് എല്ലാം വിശദമായി പറയൂ," ഞാൻ അപേക്ഷിച്ചു. റെജിനാൾഡ് മസ്ഗ്രേവ് എനിക്കെതിരെ കസേരയിലിരുന്ന് ഞാൻ നീട്ടിയ സിഗരറ്റ് വാങ്ങി കത്തിച്ചു. "ഞാൻ അവിവാഹിതനാണെങ്കിലും ഞങ്ങൾക്ക് ഭൃത്യന്മാർ അനവധിയുണ്ട്," അയാൾ പറഞ്ഞു. "ആകെ കൂടി 8 പണിക്കാരികളും 2 പരിചാരകരും, ഒരു കൊച്ചു പയ്യനും ഒരു ബട്ട്ലറുമുണ്ട്. കുതിരകളെ നോക്കാനും തോട്ടത്തിലേക്കും ജോലിക്കാർ വേറെയും. മുമ്പ് പറഞ്ഞവരിൽ ഏറ്റവും പഴയയാൾ ബ്രണ്ടൻ എന്നു പേരുള്ള ബട്ട്ലറാണ്. സൽസ്വഭാവിയും ഉത്സാഹശീലനുമായ അയാൾ വളരെ വേഗം ഞങ്ങളുടെ വീട്ടിലെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നു. ഒത്ത ശരീരവും നല്ല സൗന്ദര്യവുമുള്ള ബ്രണ്ടൻ ഞങ്ങളുടെ ജോലിക്കാരനായി ചേർന്നിട്ട് 20 വർഷമായെങ്കിലും വയസ്സ് 40-ലധികമില്ല. അയാൾക്ക് അനേകം ഭാഷകൾ അറിയാം. മിക്കവാറും എല്ലാ സംഗീതോപകരണങ്ങളും കൈകാര്യം ചെയ്യും. പക്ഷേ സ്ത്രീ വിഷയത്തിൽ ആളല്പം പിശകാണ്. വിവാഹിതനായിരുന്നപ്പോൾ തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ മരിച്ചതു മുതൽ അയാളെ ചൊല്ലിയുള്ള പരാതികൾക്ക് അവസാനമില്ല. ഒരു പണിക്കാരത്തിയായ റേച്ചൽ ഹോവൽസുമായി അയാളുടെ വിവാഹം നിശ്ചയിച്ചു. എന്നാലത് നടന്നില്ല. അതുപേക്ഷിച്ച് കുതിര സൂക്ഷിപ്പുകാരൻ്റെ മൂത്ത മകൾ
ജാനറ്റ് ട്രെഗലിസുമായി അടുത്തിരിക്കുകയാണ്. അയാൾ സമർത്ഥനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സാമർഥ്യമാണ് അയാളുടെ അധപതനത്തിന് കാരണമായി ഭവിച്ചത്. ഏതിലും തലയിടാനുള്ള വാസന, തന്നെ സംബന്ധിക്കാത്തതുപോലും അറിയാനുള്ള ആഗ്രഹം അയാൾക്കുണ്ട്. ഞങ്ങളുടെ വീട് ഒരു വലിയ മാളികയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഞാൻ അത്താഴത്തിന് ശേഷം ഒരു കപ്പ് കട്ടൻ കാപ്പി കുടിച്ചു. അതെൻ്റെ ഉറക്കം കളഞ്ഞു. വെളുപ്പിന് 2 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവസാനം എഴുന്നേറ്റ് മെഴുകുതിരി കത്തിച്ചു. പകുതിയാക്കി വെച്ചിരുന്ന ഒരു നോവൽ വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് ഞാൻ പുസ്തകമെടുക്കാൻ പോയി. ഇടനാഴിയിലെത്തിയപ്പോൾ ലൈബ്രറി മുറിയുടെ തുറന്ന വാതിലിൽ കൂടി വെളിച്ചം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണ് വിളക്കണച്ചതും വാതിലടച്ചതും. സ്വാഭാവികമായും കള്ളന്മാരെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി. ഞാൻ മെഴുകുതിരി അവിടെ വെച്ച് ഒരു മഴു കയ്യിലെടുത്ത് ശബ്ദമുണ്ടാക്കാതെ വാതിലിനടുത്തെത്തി ഒളിഞ്ഞു നോക്കി. ബട്ട്ലർ ബ്രണ്ടനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുറത്തു പോകാനെന്നവണ്ണം വസ്ത്രങ്ങൾ അണിഞ്ഞ് ചാരുകസേരയിലിരുന്ന അയാളുടെ മടിയിൽ ഭൂപടം പോലെ തോന്നിച്ചിരുന്ന ഒരു കടലാസും ഉണ്ടായിരുന്നു. അതിൽ നോക്കി ചിന്തയിലാണ്ട് കുനിഞ്ഞിരുന്ന അയാൾ എന്നെ കണ്ടില്ല. അത്ഭുതസ്തബ്ധനായി ഞാൻ ഇരുട്ടത്ത് മറിഞ്ഞു നിന്ന് അയാളെ ശ്രദ്ധിച്ചു. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് ഒരലമാര തുറന്ന് ഒരു കടലാസ് എടുത്തു. മേശപ്പുറത്ത് മെഴുകുതിരിയുടെ സമീപം നിവർത്തിവെച്ച് സൂക്ഷിച്ച് പരിശോധിച്ചു തുടങ്ങി. ഞങ്ങളുടെ കുടുംബ പ്രമാണങ്ങൾ ഇങ്ങനെ നിസ്സങ്കോചം പരിശോധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. ബ്രണ്ടൻ തലയുയർത്തി നോക്കി. വാതിൽക്കൽ എന്നെ കണ്ട് ചാടി എണീറ്റു. അയാളുടെ മുഖത്ത് രക്തപ്രസാദമില്ലാതായി. മടിയിലിരുന്ന ഭൂപടം പോലെ തോന്നിയ കടലാസ് അയാൾ കുപ്പായത്തിനുള്ളിൽ തിരുകി. ഓഹോ, അപ്പോഴങ്ങനെയാണോ? ഞാൻ പറഞ്ഞു. നിങ്ങളെ വിശ്വസിച്ചതിന് കിട്ടിയ പ്രതിഫലം. നാളെ തന്നെ നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളണം. പാടെ തകർന്നവനെപ്പോലെ തലകുനിച്ച് ഒന്നും പറയാതെ അയാൾ പിൻവലിഞ്ഞു. മേശപ്പുറത്തിരുന്ന മെഴുകുതിരി അപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അയാൾ അലമാരയിൽ നിന്ന് എടുത്ത കടലാസ് എന്താണെന്ന് ഞാൻ നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു. തീരെ അപ്രധാനമായ ഒന്ന്. മസ്ഗ്രേവ് ചടങ്ങ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പഴയ ആചാരത്തിലെ ചോദ്യോത്തരങ്ങളുടെ ഒരു പകർപ്പായിരുന്നു അത്. ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നുള്ളൂ. നൂറ്റാണ്ടുകളായി പുരുഷപ്രാപ്തിയിലെത്തുമ്പോൾ ഓരോ പുരുഷനും അനുവർത്തിക്കേണ്ട അർത്ഥശൂന്യമെന്ന് പറയാവുന്ന ഒരു ചടങ്ങ്. ഞാൻ അലമാര പൂട്ടി പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോൾ അതാ അയാൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സാർ, എന്നെ അപമാനിക്കരുത്, വികാരം കൊണ്ട് വിതുമ്പിയ സ്വരത്തിൽ അയാൾ പറഞ്ഞു. എനിക്ക് മാനക്കേട് സഹിക്കാൻ വയ്യ സാർ. അപമാനിച്ചാൽ ഞാൻ മരിച്ചു കളയും. ഞാൻ ചെയ്ത അപരാധം പൊറുക്കാൻ വയ്യെങ്കിൽ 1 മാസത്തെ സമയം തരണം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ പിരിഞ്ഞു പോകുന്നതെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാം. പുറത്താക്കിയതാണെന്ന് മാലോകർ അറിയാതിരിക്കട്ടെ. ബ്രണ്ടൻ, നിങ്ങൾ ദയ അർഹിക്കുന്നില്ല, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പെരുമാറ്റം തീരെ തരംതാണതായിപ്പോയി. എന്നാലും ഇത്രനാളും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നതിൻ്റെ പേരിൽ നിങ്ങളെ അധിക്ഷേപിക്കണമെന്ന് എനിക്ക് വിചാരമില്ല. 1 മാസം തീരെ വയ്യ. ഒരാഴ്ചത്തെ സമയം തരാം. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് പോയിക്കൊള്ളൂ. നിരാശനെ പോലെ അയാൾ നടന്നു നീങ്ങി. ഞാൻ വിളക്കണച്ച് എൻ്റെ മുറിയിലേക്ക് മടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം ബ്രണ്ടൻ ജോലിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയിരുന്നു. കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ സൂചിപ്പിച്ചില്ല. ഭക്ഷണമുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പണിക്കാർത്തി റേച്ചൽ ഹോവൽസ് എതിരെ വരുന്നു. താഴെ ചെന്ന് ബ്രണ്ടനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ബട്ട്ലർ പോയി, അവൾ പറഞ്ഞു. പോയോ? എവിടേക്ക്? അയാൾ പോയി. അയാളെ കാണാനില്ല, മുറിയിലുമില്ല. അയാൾ പോയി, എവിടെയോ പോയി. ചുമരിൽ ചാരി നിന്ന് അവൾ പൊട്ടിച്ചിരിച്ചു. അപസ്മാരം ബാധിച്ചതുപോലെയുള്ള ചിരി കണ്ട് ഞാൻ ഭയന്നുപോയി. പരിചാരകരെ വിളിപ്പിച്ചു. അപ്പോഴും ചിരിച്ചും കരഞ്ഞും നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അവളെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ബ്രണ്ടനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. അയാൾ അപ്രത്യക്ഷനായതു തന്നെ. തലേന്നു രാത്രിയിൽ മുറിയിൽ കിടന്നുറങ്ങിയതിൻ്റെ ലക്ഷണമില്ല. വീട്ടിന് പുറത്തു പോയതെങ്ങനെയെന്നും മനസ്സിലാകുന്നില്ല. രാവിലെ വാതിലുകളും ജനാലകളുമൊക്കെ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. അയാളുടെ വസ്ത്രങ്ങളും വാച്ചും പണവുമൊക്കെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ബ്രണ്ടൻ എവിടെ പോയതായിരിക്കും? അയാൾക്ക് എന്തു സംഭവിച്ചിരിക്കും? നിലവറ മുതൽ തട്ടിൻപുറം വരെ ഞങ്ങൾ തെരഞ്ഞു. ബ്രണ്ടൻ്റെ ഒരു വിവരവുമില്ല. ഞാൻ പോലീസിൽ അറിയിച്ചു. അവരുടെ അന്വേഷണം കൊണ്ടും ഫലമുണ്ടായില്ല. രാത്രി മഴയുണ്ടായിരുന്നു. വീടിന് ചുറ്റുമുള്ള നടപ്പാതയും പുൽത്തടിയുമൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. ഒരടയാളവുമില്ല. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ
ഞങ്ങളുടെ ശ്രദ്ധയാകർഷിച്ച വേറൊരു സംഭവമുണ്ടായി. റേച്ചൽ ഹോവൽസിൻ്റെ അസുഖം കുറെ കൂടുതലായി. 2 ദിവസം അപസ്മാരമൂർച്ചയിലായിരുന്നതുകൊണ്ട് രാത്രി മുഴുവൻ അടുത്തിരിക്കാൻ ഒരു നഴ്സിനെ ഏർപ്പാട് ചെയ്തിരുന്നു. ബ്രണ്ടൻ്റെ തിരോധാനത്തിൻ്റെ 3-ാം ദിവസം രോഗി സുഖമായി ഉറങ്ങുന്നത് കണ്ട നഴ്സ് കസേരയിൽ കിടന്ന് ഒന്ന് മയങ്ങി. വെളുപ്പിനുണർന്നപ്പോൾ രോഗിയെ കാണാനില്ല. ജനാല തുറന്നു കിടന്നിരുന്നു. എന്നെ അവർ വിളിച്ചുണർത്തി. ജോലിക്കാരുടെ സഹായത്തോടെ ഞാൻ ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. പുൽത്തകിടിയിലൂടെ തടാകം വരെ കാലടിപ്പാടുകൾ പതിഞ്ഞു കിടന്നിരുന്നു. 8 അടി താഴ്ചയുള്ള തടാകത്തിൽ മൃതദേഹം വീണ്ടെടുക്കാൻ ഏർപ്പാട് ചെയ്തു. പക്ഷേ ഹതഭാഗിയായ പെൺകുട്ടിയുടെ ഭൗതികാവശിഷ്ടം അവിടെ ഉണ്ടായിരുന്നില്ല. തികച്ചും അപ്രതീക്ഷിതമായി വളരെ വിചിത്രമായ മറ്റൊരു വസ്തു ഞങ്ങൾക്കവിടെ നിന്ന് കിട്ടി. ഒരു സിൽക്ക് സഞ്ചിയും അതിനുള്ളിൽ പഴകിത്തുരുമ്പിച്ച ലോഹക്കഷ്ണങ്ങളും നിറം മങ്ങിയ നിരവധി കുപ്പിച്ചില്ലുകളും ഉരുളൻ കല്ലുകളും. പോലീസ് അന്വേഷണവും ഗതിമുട്ടി നിൽക്കുന്നു. അറ്റക്കൈയായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. മസ്ഗ്രേവ്, നിങ്ങളുടെ ബട്ട്ലർ വായിച്ചുകൊണ്ടിരുന്ന ആ കടലാസ് എവിടെ? ഹോംസ് ചോദിച്ചു. ഇതാണ് ആ പേപ്പർ. വിചിത്രമായ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓരോ മസ്ഗ്രേവ് കുടുംബാംഗവും പുരുഷപ്രാപ്തിയിലെത്തുമ്പോൾ ഇത് വായിച്ചിരിക്കണമെന്നാണ് നിയമം. ഹോംസ് പേപ്പറിലെ ചോദ്യോത്തരങ്ങൾ വായിച്ചു. അത് ആരുടേതായിരുന്നു? പോയ ആളിൻ്റെ. അതാർക്കു കിട്ടും? ഇനി വരുന്നയാൾക്ക്. സൂര്യൻ എവിടെയായിരുന്നു? ഓക്കുമരത്തിന് മുകളിൽ. നിഴൽ എവിടെയായിരുന്നു? എൽമരത്തിന് ചുവട്ടിൽ. അളവ് ഏതാണ്? വടക്കോട്ട് 10 10, കിഴക്ക് 5 5, തെക്ക് 2 2, പടിഞ്ഞാറ് 1 1, അതിൻ്റെ താഴെ. അതിന് നാം എന്തു കൊടുക്കും? നമുക്കുള്ളതെല്ലാം. എന്തിനു കൊടുക്കണം? നമ്മിൽ അർപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി. മസ്ഗ്രേവ് പറഞ്ഞു. നമ്മുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ബ്രണ്ടനും അങ്ങനെ വിശ്വസിച്ചിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പിടികൂടുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇത് കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പക്ഷം. അതു ശരിയാകാം. ഞങ്ങളിത് രഹസ്യമാക്കി വച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ പഴയ ആചാരവുമായി അയാൾക്ക് എന്ത് ബന്ധം? ഈ ജൽപ്പനങ്ങളുടെയൊക്കെ അർത്ഥം? അതു കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ പണിപ്പെടേണ്ടി വരുമെന്ന് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞു. അടുത്ത ട്രെയിനിൽ നമുക്ക് സസക്സിലേക്ക് പോകാം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൂലങ്കുഷമായൊരു പഠനം നടത്തിക്കളയാം. അന്ന് വൈകുന്നേരം ഞങ്ങൾ ഹസ്റ്റണിലെത്തി. ഇംഗ്ലീഷിലെ ഖ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് ആ കെട്ടിടം. നീളം കൂടിയ ഭാഗം പിന്നീട് പണിയിച്ചതാണ്. കൂടുതൽ പഴക്കം ചെന്ന ഭാഗത്ത് കട്ടികൂടിയ ചുമരുകളും ഇടുങ്ങിയ ജനാലകളുമാണുള്ളത്. അതുകൊണ്ട് ആ ഭാഗം സ്റ്റോർ മുറികളായി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പണിത പുതിയ ഭാഗത്താണ് ആൾപ്പാർപ്പുള്ളത്. ഒരു വലിയ മനോഹരമായ തോട്ടവും വൻവൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന പറമ്പും വീടിന് ചുറ്റുമുണ്ട്. വീട്ടിൽ നിന്നും 600 അടി അകലെയായി നടപ്പാതയുടെ സമീപത്താണ് മുൻപറഞ്ഞ തടാകമുള്ളത്. ചടങ്ങുകളിലെ വിവരണം വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്ന അളവുകൾ ഏതോ പ്രത്യേക സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മസ്ഗ്രേവിൻ്റെ പൂർവികന്മാർ ഇങ്ങനെ സൂത്രവാക്യങ്ങളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുള്ള രഹസ്യമെന്തെന്ന് പിടികിട്ടും. ഓക്കുമരത്തിൻ്റെയും എൽമമരത്തിൻ്റെയും വ്യക്തമായ സൂചനകളുണ്ടല്ലോ. ഓക്കുമരത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ല. വീടിൻ്റെ നേരെ മുമ്പിൽ പാതയുടെ ഇടതുവശത്ത് വൃക്ഷങ്ങളുടെ ഒരു അപ്പൂപ്പൻ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ വൻവൃക്ഷം നിൽപ്പുണ്ട്. പ്രായം ചെന്ന ഒരു എൽമമരം നിന്നിരുന്ന സ്ഥാനവും മസ്ഗ്രേവിനോട് ചോദിച്ച് മനസ്സിലാക്കി. വീടിനും ഓക്കുമരത്തിനും മധ്യത്തിലായിരുന്നു അത്. എൻ്റെ അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്ന് തോന്നി. ആ മരത്തിൻ്റെ ഉയരം എത്രയായിരുന്നു എന്നറിയാൻ വല്ല മാർഗവുമുണ്ടോ? ഞാൻ ആരാഞ്ഞു. ഓഹോ, അത് എളുപ്പമാണ്. 64 അടി. കൃത്യമായി നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞാൻ വിസ്മയിച്ചു. എൻ്റെ പഴയ ട്യൂഷൻ മാസ്റ്റർ ത്രിമാനഗണിതം പഠിപ്പിച്ചിരുന്നപ്പോൾ ആ രീതി ഉപയോഗിച്ച് ഇവിടുത്തെ വൃക്ഷങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മറ്റും ഉയരം കണക്കാക്കാറുണ്ടായിരുന്നു. നിങ്ങളുടെ ബട്ട്ലർ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതായി ഓർക്കുന്നുണ്ടോ? റെജിനാൾഡ് മസ്ഗ്രേവിൻ്റെ മുഖത്ത് ആശ്ചര്യം പ്രകടമായി. നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോലിക്കാരനുമായുള്ളൊരു തർക്കം തീർക്കാനെന്ന് പറഞ്ഞ് ബ്രണ്ടൻ വൃക്ഷത്തിൻ്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചിരുന്നു. വളരെ നല്ലൊരു വാർത്ത.
എൻ്റെ അന്വേഷണം ശരിയായ മാർഗത്തിലാണെന്നതിന് തെളിവായിരുന്നു അത്. ഞാൻ സൂര്യനെ നോക്കി. 1 മണിക്കൂറിനുള്ളിൽ അത് വയസ്സൻ ഓക്കുമരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശാഖയുടെ മുകളിലെത്തുമെന്ന് ഞാൻ കണക്കാക്കി. ചടങ്ങിൽ പറഞ്ഞിരുന്ന ഒരു വ്യവസ്ഥ അപ്പോൾ നടപ്പിലാകും. എൽമ മരത്തിൻ്റെ നിഴലെന്ന് പറയുമ്പോൾ നിഴലിൻ്റെ അറ്റമെന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. സൂര്യൻ ഓക്കുമരത്തിൻ്റെ മുകളിലാകുമ്പോൾ എൽമ വൃക്ഷത്തിൻ്റെ നിഴൽ എത്ര ദൂരെ എത്തുമെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ അതത്ര പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ഞാൻ മസ്ഗ്രേവിൻ്റെ മുറിയിൽ ചെന്ന് ഒരു കുറ്റി ചെത്തിയുണ്ടാക്കി ഒരു നീണ്ട ചരടെടുത്ത് ഓരോ അടി ഇടവിട്ട് കെട്ടുകളിട്ടു. എന്നിട്ട് 2 ചൂണ്ടക്കമ്പുകൾ എടുത്തു. രണ്ടിനും കൂടി 6 അടി നീളമുണ്ടായിരുന്നു. ഞങ്ങൾ എൽമ മരം നിന്നിരുന്ന സ്ഥലത്ത് പോയി. സൂര്യൻ ഓക്കുവൃക്ഷത്തിന് മുകളിലെത്തിയിരുന്നു. ചൂണ്ടക്കമ്പുകൾ രണ്ടും ചേർത്ത് കെട്ടി കുത്തനെ പിടിച്ച് നിഴലിൻ്റെ ദിശ മനസ്സിലാക്കി നീളം അളന്നു. 9 അടിയായിരുന്നു നീളം. ഇനി കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. 6 അടി നീളത്തിലുള്ള ദണ്ടിൻ്റെ നിഴൽ 9 അടിയാണെങ്കിൽ 64 അടി ഉയരമുള്ള വൃക്ഷത്തിൻ്റെ നിഴൽ 96 അടി കാണും. നിലത്ത് അത്രയും ദൂരം അളന്നപ്പോൾ വീടിൻ്റെ ചുമരിനടുത്തെത്തി. അവിടെ ഞാൻ ഒരു കുറ്റി തറച്ചു. അതിനടുത്തായി 2 ഇഞ്ച് മാറി ഒരു ചെറിയ കുഴി കണ്ടപ്പോൾ എൻ്റെ ആഹ്ലാദത്തിന് അതിരുണ്ടായിരുന്നില്ല. ബ്രണ്ടൻ അളന്ന് അടയാളപ്പെടുത്തിയതാണ് അതെന്ന് മനസ്സിലായി. ഞാൻ ഇപ്പോഴും അയാളെ പിന്തുടരുകയാണ്. ഇവിടെ നിന്നും എൻ്റെ വടക്കുനോക്കി യന്ത്രത്തിൻ്റെ സഹായത്തോടെ ദിക്കുകൾ കണക്കാക്കി മറ്റളവുകൾ എടുത്തു. ചുമരിന് സമാന്തരമായി 10 ചുവടുകൾ അളന്ന് അടയാളപ്പെടുത്തി. എന്നിട്ട് കിഴക്കോട്ട് 5ഉം തെക്കോട്ട് 2ഉം ചുവടുകൾ നടന്നു. പഴയ വാതിലിൻ്റെ പടിയിലാണ് ഞാൻ എത്തിയത്. അവിടെ നിന്ന് 2 ചുവട് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ കല്ലുപാകിയ ഇടനാഴിയിൽ ഇറങ്ങണമെന്നർത്ഥം. സൂത്രവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ. ഞാൻ നിലത്ത് മുട്ടി നോക്കി. എല്ലായിടത്തും ഒരേ ശബ്ദം. വിടവോ വിള്ളലോ ഒന്നുമില്ല. എൻ്റെ ഓരോ ചുവടുവയ്പ്പും താല്പര്യത്തോടെ വീക്ഷിച്ചു നിന്നിരുന്ന മസ്ഗ്രേവ് ആ കടലാസെടുത്ത് അളവുകൾ ഒന്നുകൂടി പരിശോധിച്ചു. അതിൻ്റെ താഴെ എന്ന് എഴുതിയിരിക്കുന്നത് വിട്ടുകളഞ്ഞു, മസ്ഗ്രേവ് വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ താഴെ നിലവറയുണ്ട്. വളരെ പഴയ ഒരറ. ഇതാ ഈ വാതിലൂടെ വരൂ. ഞങ്ങൾ വളഞ്ഞു വളഞ്ഞു പോകുന്ന കൽപ്പടികൾ ഇറങ്ങി. എൻ്റെ സ്നേഹിതൻ തീപ്പെട്ടി ഉരച്ച് മൂലയിൽ ഒരു വീപ്പയ്ക്ക് പുറത്തിരുന്ന ഒരു വിളക്ക് കത്തിച്ചു. ഞങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായി. ഞങ്ങൾ മാത്രമല്ല, വേറെ ആരോ കൂടി അടുത്ത കാലത്ത് അവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്നും തെളിഞ്ഞു. ആ അറ വിറകിടാനാണ് ഉപയോഗിച്ചിരുന്നത്. അവിടെ ചിതറിക്കിടന്നിരുന്ന വിറകുകൾ നടുക്ക് കുറെ സ്ഥലം ഒഴിച്ചിട്ടിട്ട് ചുറ്റും അടുക്കി വെച്ചിരുന്നു. ഈ ഭാഗത്ത് മധ്യത്തിൽ ഇരുമ്പുവളയം പിടിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പരന്ന കല്ല് കാണുന്നു. വളയത്തിൽ ഒരു മഫ്ലർ കെട്ടിയിട്ടുമുണ്ട്. കർത്താവേ, അത് ബ്രണ്ടൻ്റെ മഫ്ലറാണല്ലോ, മസ്ഗ്രേവ് വിലപിച്ചു. അയാളത് കഴുത്തിൽ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സംശയമില്ല. ആ ദ്രോഹി ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു? എൻ്റെ നിർദ്ദേശമനുസരിച്ച് 2 പോലീസുകാരെ ആളയച്ചു വരുത്തി. അവരുടെ സാന്നിധ്യത്തിൽ മഫ്ലറിൽ പിടിച്ച് കല്ലുയർത്തിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു. അല്പം അനക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒരു പോലീസുകാരൻ്റെ സഹായത്തോടെ വളരെ പ്രയാസപ്പെട്ട് ശിലാഫലകം ഇളക്കി ഒരു വശത്തേക്ക് മാറ്റി. അതിനു താഴെ ഇരുളടഞ്ഞ ഒരു ഗുഹ കണ്ടു. ഞങ്ങളെല്ലാവരും അതിലേക്ക് എത്തി നോക്കി. മസ്ഗ്രേവ് കുനിഞ്ഞ് വിളക്കുള്ളിലേക്ക് താഴ്ത്തിപ്പിടിച്ചു. 4 അടി ചതുരത്തിൽ 7 അടിയോളം താഴ്ചയുള്ള ഒരു ചെറിയ അറയായിരുന്നു അത്. അവിടെ ഒരരികിൽ ഒരു തടിയൻ മരപ്പെട്ടി തുറന്നു വെച്ചിരുന്നതായി കണ്ടു. പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാം ശ്രദ്ധ അതിൻ്റെ സമീപത്ത് കുനിഞ്ഞിരുന്ന രൂപത്തിന്മേലായി. കറുത്ത കോട്ട് ധരിച്ച ഒരു പുരുഷന്റെ രൂപം. നിലത്ത് കുത്തിയിരുന്ന് കൈകൾ പെട്ടിയുടെ വശങ്ങളിലേക്കിട്ട് ഉള്ളിലേക്ക് എത്തി നോക്കിയ മട്ടിൽ അയാളിരുന്നു. രക്തം മുഴുവൻ മുഖത്തിരച്ചു കയറി അയാളുടെ മുഖം ചുവന്നിരുന്നു. ആ നിലയിൽ അയാളെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. ഞങ്ങൾ അത് വലിച്ചു പുറത്തെടുത്തു. വേഷവും ഉയരവും തലമുടിയും മറ്റും കൊണ്ട് കാണാതെ പോയ തൻ്റെ ബട്ട്ലർ തന്നെയാണതെന്ന് മസ്ഗ്രേവ് തിരിച്ചറിഞ്ഞു. അയാൾ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി കാണും. ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അന്ത്യം സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനൊത്തില്ല. മൃതദേഹം വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടും ഞങ്ങളുടെ അന്വേഷണം ഒരിടത്തും എത്തിയില്ല. പ്രശ്നങ്ങൾ പിന്നെയും അവശേഷിച്ചു. എങ്ങനെ മരണം സംഭവിച്ചുവെന്നത് ഇപ്പോഴും അജ്ഞാതമായി തന്നെ ഇരിക്കുന്നു. അപ്രത്യക്ഷയായ സ്ത്രീക്ക് അതിലുള്ള പങ്കെന്താണെന്നും അറിഞ്ഞുകൂടാ. പെട്ടിയിൽ വിലയേറിയതെന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. ആ സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനെ മൂടിയിരുന്ന കല്ല് ഘനമുള്ളതാണെന്നും മറ്റൊരാളുടെ സഹായം കൂടാതെ ഇളക്കി മാറ്റാനാവില്ലെന്ന് മനസ്സിലാക്കി. റേച്ചൽ ഹോവൽസുമായി സന്ധിയുണ്ടാക്കി അവളെ തൻ്റെ യത്നത്തിൽ പങ്കാളിയാക്കാൻ അയാൾ തീരുമാനിച്ചു.
രാത്രി രണ്ടുപേരുമായി നിലവറയിൽ കടക്കുന്നു. രണ്ടുപേരുടെയും ശ്രമം കൊണ്ട് കല്ലിളകുന്നു. ഒരാൾക്ക് അറയിൽ നുഴഞ്ഞു കയറാൻ പറ്റൂ. അത് ബ്രണ്ടൻ തന്നെ. പെൺകുട്ടി വെളിയിൽ നിന്നിരിക്കും. ബ്രണ്ടൻ പെട്ടി തുറന്ന് ഉള്ളിലുണ്ടായിരുന്ന വസ്തു പുറത്തെടുത്ത് അവളെ ഏൽപ്പിച്ചിരിക്കും. അങ്ങനെ വരാനേ വഴിയുള്ളൂ. പെട്ടിയിൽ ഒന്നുമില്ലായിരുന്നല്ലോ. എന്നിട്ടെന്ത് സംഭവിച്ചു? തന്നെ വഞ്ചിച്ച പുരുഷനെ തൻ്റെ അധീനതയിൽ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ പ്രക്ഷുബ്ധമായ ഹൃദയത്തിൽ ഒളിഞ്ഞുകിടന്നിരുന്ന പ്രതികാരാഗ്നി ആളിക്കത്തിയതായിരിക്കുമോ? അതോ വിധിവശാൽ ബ്രണ്ടൻ ജീവനോടെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടതാണോ? കാര്യം പുറത്തു പറയാത്തത് മാത്രമാണോ അവരുടെ അപരാധം? കരിങ്കൽ പലക തനിയെ അതിൻ്റെ സ്ഥാനത്ത് വന്നു വീണ് അറയെ അടച്ചതാകുമോ? അതെന്തുമാകട്ടെ, നിധികുംഭം മുറുകെ പിടിച്ചുകൊണ്ട് ആ സ്ത്രീ പടികയറി പാഞ്ഞു പോയിരിക്കണം. പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിപ്പിടയുന്ന വിശ്വാസവഞ്ചകനായ തൻ്റെ കാമുകൻ്റെ അടക്കിപ്പിടിച്ച നിലവിളിയും കരിങ്കൽ ചുവരുകളിൽ ഉന്മത്തമായ കരങ്ങൾ കൊണ്ടിടിക്കുന്ന ശബ്ദവും അവളുടെ കാതുകളിൽ വന്നളച്ചിരിക്കണം. പിറ്റേന്നു രാവിലെ കണ്ട അവളുടെ വിളറി വെളുത്ത മുഖത്തിൻ്റെയും അപസ്മാരമൂർച്ചയുടെയും പൊട്ടിച്ചിരിയുടെയും ഒക്കെ രഹസ്യം ഇവിടെയാണ്. പെട്ടിയിൽ നിന്നെടുത്ത വസ്തു എന്താണ്? അവൾ അതെന്തു ചെയ്തു? തടാകത്തിൽ നിന്നും മസ്ഗ്രേവ് തപ്പിയെടുത്ത ലോഹക്കഷ്ണങ്ങളും ചരൽക്കല്ലുകളും തന്നെയാവും അത്. അപരാധത്തിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ കിട്ടിയ ആദ്യത്തെ അവസരം അവൾ ഉപയോഗിച്ചു. അതെല്ലാം തടാകത്തിൽ വലിച്ചെറിഞ്ഞു. ഇത് ചാൾസ് ഒന്നാമൻ്റെ കാലത്തെ നാണയങ്ങളാണ്. പെട്ടിയിൽ കിടന്ന തകിടുകൾ എടുത്തു നോക്കി അയാൾ പറഞ്ഞു. നമ്മുടെ ചടങ്ങിൻ്റെ കാലനിർണയം ശരിയായിരുന്നു. ചാൾസ് ഒന്നാമൻ്റെ വേറെ ചിലതുകൂടി നമുക്ക് കണ്ടുപിടിക്കാം. ചടങ്ങിൻ്റെ ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു. തടാകത്തിൽ നിന്ന് കിട്ടിയ സഞ്ചിയിലുണ്ടായിരുന്ന വസ്തുക്കൾ കാണട്ടെ. ഞങ്ങൾ മസ്ഗ്രേവിൻ്റെ മുറിയിലേക്ക് ചെന്നു. മേശപ്പുറത്ത് കിടന്നിരുന്ന കറുത്ത ലോഹവും നിറമങ്ങിയ കല്ലുകളും തീരെ വിലയില്ലാത്തതാണെന്ന് അയാൾ കരുതിയിരുന്നു. ഒരു കല്ലെടുത്ത് ഞാൻ ഷർട്ടിൻ്റെ ഒരറ്റം കൊണ്ട് തിരുമ്മി. കൈവെള്ളയിൽ തീക്കനൽ പോലെ അത് ജ്വലിച്ചു. ലോഹക്കമ്പികൾ കൊണ്ട് തീർത്ത 2 വളയങ്ങളുടെയും ആകൃതി നഷ്ടപ്പെട്ടിരുന്നു. ഇതെന്താണ്? അയാൾ ആശ്ചര്യപ്പെട്ട് തുറച്ചു നോക്കി. ഇംഗ്ലണ്ടിലെ പഴയ രാജാക്കന്മാരുടെ കിരീടമല്ലാതെ മറ്റൊന്നുമല്ല. കിരീടം? അതെ. സൂത്രവാക്യം എന്തു പറയുന്നുവെന്ന് നോക്കൂ. അതാരുടേത്? പോയ ആളിൻ്റേത്. ചാൾസിൻ്റെ വധത്തിനു ശേഷമായിരുന്നു എന്നർത്ഥം. ആർക്കു കിട്ടും? ഇനി വരുന്നയാൾക്ക്, അതായത് ചാൾസ് രണ്ടാമന്. അദ്ദേഹം അധികാരത്തിൽ വരുമെന്ന് അപ്പോഴേ വിശ്വസിച്ചിരുന്നു. നിറമങ്ങി പൊട്ടിപ്പൊളിഞ്ഞ ഈ കിരീടം ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ചക്രവർത്തിമാരുടെ ശിരോഅലങ്കാരമായിരുന്നു. അത് കുളത്തിലെത്തിയതെങ്ങനെ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്പം സമയം വേണം. എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ചിത്രങ്ങളുടെ വിവരണം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. പറഞ്ഞു തീർന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. ചാൾസ് രാജാവ് മടങ്ങി വന്നപ്പോൾ തൻ്റെ കിരീടം ആവശ്യപ്പെടാത്തത് എന്തായിരിക്കും? രാജകീയ സ്മാരകം സഞ്ചിയിലാക്കിക്കൊണ്ട് മസ്ഗ്രേവ് ചോദിച്ചു. ആ സംശയത്തിന് നിവൃത്തിയുണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. രഹസ്യമറിയാമായിരുന്ന കുടുംബത്തലവൻ യുദ്ധത്തിൽ മരിച്ചുപോയിരിക്കും. ഈ സൂത്രവാക്യം മാത്രം പിൻതലമുറയ്ക്കായി അദ്ദേഹം അവശേഷിപ്പിച്ചിരുന്നു. അന്നു മുതൽ അച്ഛൻ മകനിലേക്ക് ഇത് കൈമാറി വന്നു. അവസാനം ഒരാൾ ഈ രഹസ്യത്തിൻ്റെ മറചീന്തി. ആ ശ്രമത്തിൽ ജീവൻ വെടിയുകയും ചെയ്തു. ഇതാണ് മസ്ഗ്രേവ് ചടങ്ങിൻ്റെ കഥ. ഇപ്പോഴും ഹൾസ്റ്റണിലുള്ള അതിൻ്റെ അവകാശത്തിനായി അവർക്ക് കേസ് പറയേണ്ടി വന്നു എന്ന് മാത്രം. ആ സ്ത്രീയെക്കുറിച്ച് പിന്നീട് ഒരറിവുമില്ല. ഒരുപക്ഷെ തൻ്റെ പാപഭാരവുമായി മറ്റേതെങ്കിലും നാട്ടിൽ അവർ ഇപ്പോഴും കഴിയുന്നുണ്ടാകണം. ഹോംസ് പറഞ്ഞു നിർത്തി.